ഫേസ്ബുക്കിൽ എങ്ങനെ മലയാളം എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യാമെന്നാണ് നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനായി ആദ്യം ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോമിൽ suhrthu.com suhrthu.com suhrthu.com/malayalam എന്ന ലിങ്കിലേക്ക് ആദ്യം പോവുക. ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ മലയാളം CRX എന്ന ഫയൽ ഡൗൺലോഡ് ചെയ്യിക്കും. അത് നമുക്ക് ഡെസ്ക്ടോപ്പിലോ എവിടെയെങ്കിലും സേവ് ചെയ്യുക. സേവ് ചെയ്ത ലൊക്കേഷൻ ഓർമ്മയില്ല എങ്കിൽ നമുക്ക് ഈ ഭാഗത്തായിട്ട് കാണുന്ന മലയാളം CRX എന്നതിന്റെ സൈഡിലുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ഷോ ഇൻ ഫോൾഡർ എന്ന് കാണിക്കും. അതിൽ നിന്ന് നമുക്ക് ആ ഫയൽ കാണാൻ പറ്റും. നമ്മൾ അടുത്തായി ചെയ്യുന്നത് ഗൂഗിൾ ക്രോം മിനിമൈസ് ചെയ്തതിനു ശേഷം സെറ്റിംഗ്സ് മെനുവിൽ നിന്നും ടൂൾസ് എന്ന ഓപ്ഷനിൽ എക്സ്റ്റൻഷൻസ് എന്നെടുക്കുക. നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട മലയാളം CRX എന്ന ഫയൽ ഡ്രാഗ് ചെയ്ത് ഗൂഗിൾ ക്രോമിന്റെ വിൻഡോയിലേക്ക് ഇടുക. സുഹൃത്തുക്കൾക്കും മലയാളം ടൈപ്പിംഗ് ടൂൾ ആഡ് ചെയ്യണോ എന്ന് നമ്മളോട് ചോദിക്കും. ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ആഡ് ഓൺ ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞു. ഇവിടെ നമുക്ക് കാണിക്കാം സുഹൃത്തുക്കൾക്കും മലയാളം ടൈപ്പിംഗ് ടൂൾ ഹാസ് ബീൻ ആഡ് ടു ക്രോം. ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ടൂൾ കാണാം. അതിൽ നമുക്കിനിപ്പോൾ ഗൂഗിൾ ക്രോം മാക്സിമൈസ് ചെയ്യാം. ടൂൾ കാണാൻ പറ്റും. നമുക്ക് പരീക്ഷിക്കുന്നതിനായിട്ട് ഫേസ്ബുക്കിലേക്ക് പോവാം. ഫേസ്ബുക്കിൽ ലോഗിൻ ചെയ്യുക. ഇവിടെ ഡൗൺലോഡ് ചെയ്ത ബാർ നമുക്ക് കാണാം. അത് ആവശ്യമില്ല, ക്ലോസ് ചെയ്യുക. നമുക്ക് നമ്മുടെ പ്രൊഫൈൽ സ്റ്റാറ്റസിൽ ഒരു പോസ്റ്റ് നോക്കാം. ഇത് ഇംഗ്ലീഷിലാണ് കിടക്കുന്നത്. നമുക്ക് മലയാളത്തിൽ നമുക്കത് തൽക്കാലം ഒരു വാക്ക് ടൈപ്പ് ചെയ്യണം. ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് മലയാളം അല്ല, ഇംഗ്ലീഷാണ് വരുന്നത്. നമ്മുടെ മുകളിൽ കാണുന്ന ഗൂഗിൾ ക്രോമിന്റെ വലതുവശത്ത് മുകളിൽ കാണുന്ന മാ എന്ന സിമ്പിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ടൂൾ ബാർ വരുന്നു. ഇവിടെ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്താൽ അത് മലയാളത്തിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മാറും. ഉദാഹരണം ഹായ്, HAAY എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ഹായ് എന്നത് കിട്ടും. ഇനി നമുക്ക് കൂട്ടുകാരെ എന്ന് ടൈപ്പ് ചെയ്യാം. KOOTUKAARE. ഇനി ഇംഗ്ലീഷാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഈ അടയ്ക്കൂ എന്നുള്ളോ അല്ലെങ്കിൽ Ctrl-G എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മലയാളം ഡിസേബിൾ ആവുന്നതായിരിക്കും. suhrthu.comന്റെ ലിങ്ക് ആവശ്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. വീണ്ടും മലയാളം തന്നെ വന്നു. മലയാളത്തിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത അക്ഷരങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഇൻസ്ക്രിപ്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ കൂടുതൽ ടൈപ്പ് അക്ഷരങ്ങൾ വരും. കീബോർഡിൽ ആവശ്യമുണ്ടെങ്കിൽ കീബോർഡ് ക്ലിക്ക് ചെയ്തും നമുക്ക് അക്ഷരങ്ങൾ എടുക്കാം. കീബോർഡ് വേണമെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ തന്നെ അങ്ങോട്ടും മൂവ് ചെയ്യിക്കാനും പറ്റും. മഴനീർത്തുള്ളികൾ നിൻ തനുനീർമുത്തുകൾ തണുവായി പെയ്തിടും കനവായി തോർന്നിടും